പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയെ പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചുള്ള സ്ലീഹ നോമ്പിന്റെ ആദ്യ ദിനമായ ഇന്ന് പരിശുദ്ധ പത്രോസ് സ്ലീഹയെ പറ്റി നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് ആദ്യമായി വിളിച്ചു ചേർക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ പത്രോസ് സ്ലീഹ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മീൻപിടുത്തക്കാരനായ പത്രോസിനെ ക്രിസ്തു ശിഷ്യന്മാരുടെ തലവൻ എന്ന പദവിയിലേക്ക് കർത്താവ് ഉയർത്തി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന് പറയത്തക്ക വിധമുള്ള വിശ്വാസം പത്രോസ് സ്ലീഹയ്ക്കുണ്ടായിരുന്നു. പത്രോസ് ആകുന്ന പാറമേൽ തന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വിശ്വാസ തീക്ഷ്ണതയുടെ പേരിലാണ്. ഒറ്റുകാരനായ യൂദയും തള്ളിപ്പറഞ്ഞ ശീമോനും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസവും ഇതേ വിശ്വാസമാണ്. 3 തവണ തന്നെ തള്ളിപ്പറഞ്ഞിട്ടും അനുദപിച്ച് തന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തിയ ബറിയോന ശീമോനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നിസ്സാരനായ മനുഷ്യന്റെ എല്ലാ ചിന്തകളും പ്രകടമായിരുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് സ്ലീഹ. താൻ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെടുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്ന അവസരത്തിൽ കർത്താവെ നിനക്കത് ഭാവിക്കരുതേ എന്ന് പറയുന്ന പത്രോസ് സ്ലീഹയെ നമുക്ക് കാണുവാൻ സാധിക്കും. പാറയെന്ന് അഭിസംബോധന ചെയ്ത പത്രോസിനെ സാത്താനി എന്ന് വിളിക്കുവാൻ ക്രിസ്തുവിനെ പ്രേരിപ്പിച്ചത് ഈ വാക്കുകളാണ്. എന്നാൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ഹൃദയവിചാരമാണ് അവിടെ പുറത്തേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പെന്തിക്കോസ്തിയുടെ ദിവസം ആത്മാവ് നിറഞ്ഞവനായ പത്രോസ് സ്ലീഹ നിരക്ഷരനായിട്ട് കൂടി സമൂഹമധ്യേ പ്രസംഗിക്കുകയും 3000-ഓളം ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിളിച്ചു ചേർക്കുകയും ചെയ്തു. ഒടുവിൽ വിശ്വാസ പ്രഘോഷണത്തിനായി റോമിലെത്തിയ പത്രോസ് സ്ലീഹയെ റോമക്കാർ പിടികൂടുകയും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തലകീഴായി ക്രൂശിച്ച് രക്തസാക്ഷി മരണം ഭരിക്കുകയും ചെയ്ത ധീരനായ ക്രിസ്തു ശിഷ്യനാണ് പത്രോസ് സ്ലീഹ. അദ്ദേഹത്തിന്റെ അടിയോർച്ച വിശ്വാസം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നും നമുക്ക് മാതൃകയാണ്. പത്രോസ് സ്ലീഹയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. നന്ദി.